നമസ്കാരം. ഇന്ത്യയുടെ ശക്തമായ പ്രതിരോധത്തിന് വമ്പൻ ശ്രമങ്ങൾ നടത്തുകയാണ് അധികൃതർ. ഈ മാസം അവസാനത്തോടെ P-75 ഇന്ത്യ സബ്മറൈൻ പദ്ധതിക്കായി സ്പെയിനിൽ ഇന്ത്യ പരീക്ഷണങ്ങൾ പൂർത്തിയാക്കുമെന്നാണ് വിവരം. ഇന്ത്യൻ നാവികസേന ഈ മാസം അവസാനത്തോടെ P-75 പദ്ധതിക്കായി സ്പെയിനിൽ പരീക്ഷണം പൂർത്തിയാക്കുകയാണ്. എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷൻ അതായത് AIP സംവിധാനങ്ങളുള്ള 6 നൂതന അന്തർവാഹിനികൾ സ്വന്തമാക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതിയുടെ നിർണായക ഉപകരണങ്ങൾ പരീക്ഷണങ്ങളിൽ ഏർപ്പെടും. സ്പാനിഷ് കപ്പൽശാലയായ നവന്റിയുമായി സഹകരിച്ച ഇന്ത്യൻ നാവികസേനയാണ് പരീക്ഷണം നടത്തുന്നത്. നവന്റിയുടെ ചെയർമാൻ റിക്കാർഡോ ഡൊമിങ്യൂസ് ഗാർസിയ ബക്വാറോ പരീക്ഷണങ്ങൾക്കുള്ള കമ്പനിയുടെ സന്നദ്ധതയും പദ്ധതിയോടുള്ള പ്രതിബദ്ധതയും പ്രകടിപ്പിച്ചിരുന്നു. എക്സ്പോർട്ട് ക്ലിയറൻസും സാങ്കേതിക കൈമാറ്റവും ഉൾപ്പെടെ പദ്ധതിക്ക് സ്പെയിനും പിന്തുണ നൽകിയിട്ടുണ്ട്. P-75 ഇന്ത്യ പദ്ധതിക്ക് കീഴിൽ ഏറ്റെടുക്കുന്ന അന്തർവാഹിനികളിൽ AIP സംവിധാനങ്ങൾ ഉണ്ടായിരിക്കുമെന്നത് അടിവരയിട്ട് പറയണം. ഇത് ഈ സംവിധാനമില്ലാത്ത മുൻതലമുറയിലെ അന്തർവാഹിനികളെ അപേക്ഷിച്ച് കൂടുതൽ കാലം വെള്ളത്തിനടിയിൽ തുടരാൻ അനുവദിക്കുന്നുണ്ട്. സ്പെയിനിലെ ഈ പരീക്ഷണങ്ങൾ P-75 ഇന്ത്യയുടെ അന്തർവാഹിനി പദ്ധതിയുടെ വികസനത്തിലെ ഒരു സുപ്രധാന ചുവടുവയ്പ്പാണ്. കൂടാതെ ഇന്ത്യയുടെ അന്തർവാഹിനി അഭിലാഷങ്ങളിൽ കൈവരിച്ച പുരോഗതിയും തെളിയിക്കുന്നുണ്ട്. എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷൻ സംവിധാനങ്ങളുള്ള 6 നൂതന അന്തർവാഹിനികൾ സ്വന്തമാക്കാൻ ലക്ഷ്യമിട്ടുള്ള പ്രയാണത്തിലാണ് ഇന്ത്യ. സ്പാനിഷ് കപ്പൽശാല നവന്റിയുടെ ചെയർമാൻ റിക്കാർഡോ ഡൊമിങ്യൂസ് ഗാർസിയ ബക്വാറോ അതിവേഗ കയറ്റുമതി അനുമതിയും സാങ്കേതിക കൈമാറ്റവും ഉൾപ്പെടെ പദ്ധതിയോടുള്ള സ്പെയിനിന്റെ പ്രതിബദ്ധത മികച്ച രീതിയിലാണ് എടുത്തു പറഞ്ഞത്. L&Tയുമായി സഹകരിച്ച നവന്റിയ S-80 അന്തർവാഹിനി ഡിസൈൻ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. പുനർരൂപകൽപ്പന കൂടാതെ മിക്ക P-75 ആവശ്യകതകളും നിറവേറ്റുന്നുണ്ട്. മുങ്ങിക്കപ്പൽ ശേഷിയിൽ ഇന്ത്യയുടെ തന്ത്രപരമായ സ്വാശ്രയത്വത്തിന് അത്യന്താപേക്ഷിതമായ നവന്റിയുടെ AIP സാങ്കേതിക വിദ്യാ പരീക്ഷണങ്ങൾ പ്രദർശിപ്പിക്കും. സ്പാനിഷ് സർക്കാരും സ്പാനിഷ് നാവികസേനയും P-75 പ്രോജക്ട് പുരോഗമിക്കുന്നതിൽ അതീവ തൽപരരാണ് എന്നും സാധ്യമായ എല്ലാവിധത്തിലും പിന്തുണയ്ക്കാൻ തയ്യാറാണെന്നും സ്പാനിഷ് ഷിപ്പ് യാർഡ് നവന്റിയുടെ ചെയർമാൻ പറയുന്നുണ്ട്. L&T നവന്റിയയ്ക്കൊപ്പം ജർമ്മൻ തൈസൻക്രിറ്റ് മറൈൻ സിസ്റ്റംസ്, മെസഗാവ് ഡോക്യാർഡ്സ് ലിമിറ്റഡ് എന്നിവയും 60,000 കോടിയിലധികം രൂപയുടെ പദ്ധതിക്കായി മത്സരരംഗത്തുണ്ട്. ഇന്ത്യൻ നാവികസേനയുടെ പദ്ധതിക്കായി നവന്റിയ അതിന്റെ S-80 അന്തർവാഹിനി ഡിസൈൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പുനർരൂപകൽപ്പന ആവശ്യമില്ലാതെ തന്നെ P-75ന്റെ മിക്കവാറും എല്ലാ സാങ്കേതിക ആവശ്യകതകളും നിറവേറ്റുന്നു എന്നതാണ് S-80 ഡിസൈനിന്റെ പ്രധാന വശമെന്ന് നവന്റിയ അവകാശപ്പെടുന്നുണ്ട്. ഉദാഹരണത്തിന് S-80ന് വേണ്ടി രൂപകൽപ്പന ചെയ്ത AIP 300 കിലോവാട്ടിൽ കൂടുതൽ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നു. അതിനാൽ പുനർകൽപ്പനയോ സ്കെയിലിംഗോ കൂടാതെ P-75 നേരിട്ട് ഉപയോഗിക്കാം. ഇന്ത്യൻ നാവികസേനയ്ക്ക് വാഗ്ദാനം ചെയ്യുന്ന S-80 ഏറ്റവും സമകാലിക സവിശേഷതകളുള്ളതാണ് എന്നും 3rd ജനറേഷൻ ബെസ്റ്റ് AIP അഡ്വാൻസ്ഡ് സെൻസർ സ്യൂട്ട് തുടങ്ങിയ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉൾക്കൊള്ളുന്നുവെന്നുമാണ് നവന്റിയ ചെയർമാൻ പറയുന്നത്. അന്തർവാഹിനി ഡൊമൈനിൽ ക്രമേണ സ്വാശ്രയത്വം കൈവരിക്കുക എന്ന ഇന്ത്യയുടെ തന്ത്രപരമായ ലക്ഷ്യത്തെ അടിവരയിട്ട് പറയണം. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി നിരവധി സ്പാനിഷ് സർക്കാർ ഉദ്യോഗസ്ഥർ തങ്ങളുടെ ഇന്ത്യൻ അധികൃതരെ കാണുകയും ഈ പദ്ധതിയോടുള്ള അചഞ്ചലമായ പ്രതിബദ്ധത പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കമ്പനി തങ്ങളുടെ ഇന്ത്യൻ വിതരണക്കാരുമായി നിരന്തര സംഭാഷണത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്നും അവരുടെ സാങ്കേതിക ശേഷി കണ്ടെത്തുന്നതിന് വിവിധ ഉപകരണങ്ങളുടെ സിസ്റ്റങ്ങളുടെ സാങ്കേതിക ആവശ്യകതകൾ പോലും പങ്കുവച്ചിട്ടുണ്ട് എന്നും നവന്റിയ ചെയർമാൻ പറയുന്നുണ്ട്. കഴിഞ്ഞ 3 പതിറ്റാണ്ടുകളായി പ്രതിരോധ മേഖലയിലുടനീളമുള്ള സ്വദേശിവൽക്കരണ ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകിയ തങ്ങളുടെ പങ്കാളിയായ L&T സ്വദേശിവൽക്കരണത്തിന്റെ ചാമ്പ്യൻ എന്ന നിലയിലാണ് അറിയപ്പെടുന്നത്. നവന്റിയയ്ക്കും L&Tയ്ക്കും ഒരുമിച്ച് തദ്ദേശീയ ഉള്ളടക്ക ആവശ്യകതകൾ സുഖകരമായി നിറവേറ്റാൻ കഴിയുമെന്ന് തങ്ങൾക്ക് ഉറപ്പുണ്ടെന്നാണ് നവന്റിയ കമ്പനി പറയുന്നത്. അന്തർവാഹിനികളിലും മറ്റു മേഖലകളിലും പ്രവർത്തിച്ചതിന് തങ്ങളുടെ പങ്കാളിയായ L&Tയെ അഭിനന്ദിച്ച നവന്റിയ ചെയർമാൻ പ്രധാന പ്രതിരോധ പ്ലാറ്റ്ഫോമുകളുടെയും ഉപകരണങ്ങളുടെയും നിർമ്മാണത്തിനായി ഇന്ത്യൻ സ്വകാര്യ മേഖലയെ വികസിപ്പിക്കുന്നതിനാണ് തന്ത്രപരമായ പങ്കാളിത്തത്തിന്റെ ആശയമെന്നും പറഞ്ഞു.